ഇതൊരു 6 കോളം. പതിവ് പോലെ ഗവൺമെന്റിനെതിരെ തെറിവികൾ, പോലീസ് അനാസ്ഥയെ പ്രതിഷേധം, പിന്നെ തൂങ്ങി മരണം, അജ്ഞാത മൃതശരീരം, ഒളിച്ചോട്ടം. യുവർ ലക്കി മാൻ ബിജോയ്. 11 മണിക്ക് പേജ് റെഡി. ഒരു കാര്യം ചെയ്യും, നിന്നെ കൂടി ഈ പേജിലോട്ട് മാറ്റാൻ എഡിറ്ററോട് പറയാം. അതാവുമ്പോ എനിക്കൊരു സഹായം. കാച്ചിയല്ലയുടെ നാറ്റം, വെറുതെ ബോറൻ നൊസ്റ്റാൾജിയ. വളരാൻ സമ്മതിക്കില്ലല്ലേ? ചെറുക്കനെ നോക്കുന്നത് അമ്മയ്ക്കാ? പോടി, എനിക്കാ. നോക്ക്. പുഴ തരും പാട്ടിലെ തേൻചോരും ചിലദിനം, പുലരികൾ സന്ധ്യകൾ പൂനേരും പലദിനം, അനുദിനം സുഖദിനം, ഇനിയെന്നും ശുഭദിനം, ചെറുമുകിൽ കുരുവികൾ കേൾക്കാൻ പോകുന്നത് വളരെ നൊസ്റ്റാൾജിക് ആയ ഒരു ട്രാക്കാണ്. ഉൾക്കടൽ എന്ന മൂവിയിലെ ട്രാക്ക്. ഈ ഒരു പടം ഡയറക്ട് ചെയ്തത് KG ജോർജ്. ഈ ഒരു പാട്ടിന്റെ രചന OMG സാർ ആൻഡ് മ്യൂസിക് എൽബി ശ്രീനിവാസൻ. ഈ ഒരു പാട്ട് നമുക്കായി പാടി തന്നിട്ടുള്ളത് P. ജയചന്ദ്രൻ. എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. പോയി നോക്ക്. എവിടെയാണത് വച്ചിരിക്കുന്നത്? സാധനം ഒരിടത്ത് വെച്ചാൽ കാണില്ല. ഇതിന് എത്ര ദിവസം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മാറ്റി കൊടുത്ത് വെക്കുന്നത്? എന്റെ വാച്ച് എവിടെ? ഇവിടെയും കാണുന്നില്ല.
യെസ് മാഡം. രചന, കോൾ ഫ്രം ദ എഡിറ്റർ. ചെല്ല വിചാരണയാ. ഇന്നത്തെ വിഷയം എന്താണാവോ? തടിക്ക് കേടുപറ്റാതെ വരാൻ പറ്റിയ ഭാഗ്യം. ദേഷ്യത്തില. ആ അത് ഞാൻ അറിഞ്ഞായിരുന്നു. അല്ല, പെണ്ണ് കേസിൽ പെടാത്ത ആരാ ഇപ്പൊ രാഷ്ട്രീയത്തിലുള്ളത്? പെണ്ണുങ്ങളും കുറച്ച് സൂക്ഷിക്കണം. എന്തായാലും ഞാൻ വൈകിട്ട് വിളിക്കാം. നീ ഡീറ്റെയിൽസ് എടുത്തു വെക്ക. ഓക്കെ. രചന, വാട്ട് ഈസ് ദിസ്? ഒരൊറ്റ ബൈലൈൻ പോലും ലാസ്റ്റ് വീക്ക് പോസ്റ്റ് ചെയ്തിട്ടില്ല. റാങ്കും മെഡലും ഒന്നും കണ്ടിട്ടല്ല തന്നെ ഞാൻ ഇവിടെ ജോലിക്ക് എടുത്തത്. സർട്ടിഫിക്കറ്റ് വേറെ, പെർഫോമൻസ് വേറെ. ഐ നോ ദാറ്റ്. അല്ലെങ്കിൽ തന്നെ നാട്ടുകാർ ഇവിടെ സോഷ്യൽ മീഡിയയുടെയും ടെലിവിഷനെയും പറയുക. അപ്പോഴാണ് ഈ ഇനഫിഷ്യൻസി. എനിക്കിതൊന്നും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഐ നീഡ് റിസൾട്ട്സ്. Something a bit more productive. See, if you can't deliver, then be very clear. You will be out. Rajana, consider this as my last warning. Okay? ഇപ്പൊ പോയിക്കോളൂ. യെസ് മാം. ഗോസ്റ്റ് ബിജോയ്ക്ക് അറിയാവുന്നതല്ലേ? ക്രിക്കറ്റ്, ക്രൈം, സിനിമ, ഇത് മൂന്നുമല്ലേ വാർത്ത? ഇതിലൊന്നും എന്നെ തൊടിയിക്കില്ല. പിന്നെ എക്സ്ക്യൂസ് മീ, ഹൗ am I supposed to perform? ബിജോയ്, എക്സ്ക്യൂസ് മീ. കോഫി. നീ ഒരു കാര്യം മനസ്സിലാക്കണം. വാർത്തകൾ നമ്മളെ അന്വേഷിച്ച് ഇങ്ങോട്ട് കയറി വരുമൊന്നുമില്ല. നമ്മൾ അങ്ങോട്ട് പോയി കണ്ടുപിടിക്കണം. നിനക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, അത് ഉപയോഗിക്കുക. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ നിനക്ക് വേണ്ടി ഒരു ഗോസ്റ്റ് റൈറ്റർ ആവാനും ഞാൻ റെഡിയാണ്. ഏയ്, അങ്ങനെയൊന്നും വേണ്ട. അങ്ങനെ ചെയ്താ എന്നെ എന്തിനു കൊള്ളാം? അതെ, കൊള്ളാത്ത മഴ എന്തിനു കൊള്ളാം? കൊള്ളാം. I'll do it my own way. I learn my own respect. അതാണ് എൻ്റെ ഒരു വിശ്വാസം. That's good. റോഡ് സുരക്ഷാ നിയമങ്ങൾ പാലിക്കാത്ത ഇരുചക്ര വാഹനങ്ങൾ ഗുരുതരമായ സുരക്ഷാ വീഴ്ചകൾക്ക് വഴിയൊരുക്കും. ഞങ്ങളുടെ ലേഖകന്റെ കഥ. അപകടക്ഷണിയൊരുക്കിയ റോഡുകൾ കൊച്ചിയിൽ വാഹനാപകടങ്ങൾ പതിവാകും.
working so late? Huh? Nothing. Pack it up. Go home. Carry on. Go. Carry on. It's already late, okay? അമ്മ ഇനി ഉടനെ ഒന്നും ഇങ്ങോട്ടേക്കില്ലല്ലോ. ഒന്ന് പോടി. ഹലോ. ഹലോ, സുദീപ് അല്ലേ? അതെ. എന്റെ പേര് രചന നമ്പ്യാർ. ജേർണലിസ്റ്റ് ആണ്. എനിക്ക് അർജന്റായിട്ട് സുദീപിനെ ഒന്ന് മീറ്റ് ചെയ്യണം. എന്താ കാര്യം? നേരിട്ട് പറയാം. ശരി, നാളെ രാവിലെ വന്നോളൂ. ഗാലക്സി ഹൈറ്റ്സ് അപ്പാർട്ട്മെന്റ്സ് അല്ലേ? 2B2. അതെ, B2. ഓക്കെ, താങ്ക് യു. ഹായ്, ഗുഡ് മോർണിംഗ് ബിജോയ്. രചന, ഹലോ. ടെർമിനേറ്റ് ചെയ്യേണ്ട ട്രെയിനുകളുടെ ഒരു ഷോർട്ട് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് എഡിറ്ററും ന്യൂസ് എഡിറ്ററും കൂടെ. കഷ്ടകാലത്തിന് അതിൽ ഒന്നാമത്തെ പേര് നിന്റെ. ആ ലിസ്റ്റ് മാറ്റേണ്ടി വരും, അറ്റ്ലീസ്റ്റ് എന്റെ കാര്യത്തിലെങ്കിലും. ഞാനിപ്പോ ട്രസ്റ്റ് ചെയ്യുന്ന ബിജോയ് അന്ന് പറഞ്ഞ വാക്കില. ന്യൂസ് ഇങ്ങോട്ട് കയറി വരില്ല, അങ്ങോട്ട് ചെന്ന് കണ്ടുപിടിക്കണം. ഞാൻ അറിയില്ല. എന്നിട്ട് വല്ലതും കിട്ടിയോ? കിട്ടും, ഷോ. അടിക്കുമ്പോ മർമ്മം നോക്കി അടിക്കണം. ഒരു കിടിലിന് എക്സ്ക്ലൂസീവ്. ഏയ്, അത്രയ്ക്കൊന്നുമില്ല. ഒരു സാധാരണ സ്റ്റോറിയാ, പക്ഷെ വേറൊരു ആംഗിളിലുള്ളത്. നടക്കട്ടെ. വൈകിട്ട് ഫ്രീ ആണെങ്കിൽ വിളിക്കും. ചെങ്ങമ്പുഴ പാർക്കിൽ ഒരു കൊറിയൻ പടം കാണിക്കണം. ഫിലിം സൊസൈറ്റിക്കാരോ നോക്കാം.
വീക്കിലി ഓഫ് സെയിം ഡേ അതിന് ഗുണം മനസ്സിലായി. ഒരുമിച്ച് കറങ്ങാം, സിനിമ കാണാം. കൊറിയക്കാർക്കും ഇതിലൊക്കെ വിശ്വാസമുണ്ടോ? ഈ പ്രേതത്തിലും ഭൂതത്തിലും ഒക്കെ കൊറിയയിൽ ഇറങ്ങുന്നതിൽ കൂടുതലും ഹൊറർ സിനിമ. അല്ല, നിനക്ക് ഇതിലൊക്കെ വിശ്വാസം? പിന്നെ അല്ലാതെ എഡിറ്റർ താരാഭാസ്കർ ഇങ്ങനെ നിൽക്കല്ലേ മുമ്പില്, മുടി അഴിച്ചിട്ട് റിസൾട്ട് നല്ലറിക്കൊണ്ട്. അതിരിക്കട്ടെ, എന്താ ഇതിന്റെ സ്റ്റോറി? എഡ്ജിലാ നീ. 48 മണിക്കൂറിനകം ഫയൽ ചെയ്തില്ലെങ്കിൽ പ്രശ്നമാവും. എന്ത് പ്രശ്നം? കൂടി വന്ന് ടെർമിനേറ്റ് ചെയ്യട്ടെ. ഞാനപ്പോ കൊള്ളാവുന്ന ഏതെങ്കിലും ഒരുത്തിനെ കല്യാണം കഴിച്ച് സൂയിസൈഡ് ചെയ്യും. എന്തായാലും നീ സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചു. എന്നാ നമുക്ക് ഒരുമിച്ചായാലോ? കോഫി? No. A lot more can happen over a cup of coffee. ഹലോ മാഡം. രചനയല്ലേ? അതെ. നിങ്ങളെ ഞാൻ 2 തവണ വിളിച്ചിരുന്നല്ലോ, എന്താ ഫോൺ എടുക്കാത്ത? സോറി മാം, ഫോൺ സൈലന്റിലായിരുന്നു. ഐ വാസ് ഇൻ എ മൂവി തിയേറ്റർ. ആരാ പോയത്? ഫ്രണ്ടാ, എന്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന. ബാക്കിയൊക്കെ നമുക്ക് സ്റ്റേഷനിൽ വെച്ച് സംസാരിക്കാം. അന്ന് വണ്ടി കയറും. എന്തിന്? whatever done wrong? എന്താന്ന് അറിഞ്ഞാലേ നീ കയറൂ. പത്രക്കാരന്റെ ജാടയൊന്നും എന്നോട് എടുക്കണ്ട. മര്യാദയ്ക്കൊന്ന് വണ്ടി കയറും. ടേക്കോ. ആ ഫോണിൽ വെച്ച് കെട്ടിയത്. Just one phone call, ma'am. Please. ഞങ്ങൾ തമ്മിൽ എപ്പോഴും വഴക്കായിരുന്നെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സ്നേഹത്തിൽ തന്നെയായിരുന്നു സാറേ. ഞാൻ വന്നോണ്ടിരിക്കുകയാണ്, ഉടനെ എത്തും. ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് മണിക്കൂർ 3 ആയി. സത്യം പറ, നിങ്ങളിപ്പോ എവിടെയാ? ഞാൻ എന്നോട് പറഞ്ഞല്ലോ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന്. ഫംഗ്ഷൻ നാക്കെടുത്താ നുണയെ പറയൂ. സത്യം പറ, നിങ്ങളിപ്പോ എവിടെയാ? മൂടില്ല. ഇതൊക്കെ സ്ഥിരം പറയുന്ന ഡയലോഗല്ലേ? കൂടെ ആരുണ്ട്? നിനക്ക് ഭ്രാന്താണ്. അതെ, എനിക്ക് പ്രാന്താ. നിങ്ങൾ ഇങ്ങോട്ട് വരുമല്ലോ, അപ്പൊ പറയാൻ പാടില്ല. എനിക്കറിയോ നിന്റെ അച്ഛൻ എപ്പോഴാ വരുന്നതെന്ന്. നേരത്തെ വിളിച്ചപ്പോ ഇതാ വരുന്നു പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ കേറി വന്നു 10 മണിക്ക്. മനഃപൂർവ്വം തന്നെ കേറി വന്നാൽ ഇത് തന്നെയല്ലേ ഇവിടുത്തെ അവസ്ഥ. ഹായ് മോളു, എങ്ങനെയുണ്ടായിരുന്നു സ്കൂള്? ഓക്കേ. വീട്ടിൽ വന്ന് കേറി വിളിച്ചിട്ട് മനസ്സമാനം എന്താ? നിങ്ങളെ കെട്ടി അന്ന് തീർന്നതാ എന്റെ ലൈഫ്. ഈ ഫ്ലാറ്റില് നമ്മൾ മാത്രമല്ല കുടുംബമായിട്ട് താമസിക്കുന്നത്, ആണോ? ഒന്ന് അന്വേഷിച്ചു നോക്ക്. ഓരോ വീട്ടിലും ഭർത്താക്കന്മാര് എങ്ങനെയാണ് ഭാര്യമാരോട് പെരുമാറുന്നത്. എനിക്ക് മറ്റുള്ളവരുടെ ഭർത്താക്കന്മാരെ പോലെ ആവാൻ പറ്റില്ല. എനിക്ക് ഞാനാവാനേ പറ്റൂ. നീ അങ്ങോട്ട് മാറിയിരിക്കും. ആഹാ, നല്ല പടമാണല്ലോ വരച്ചിരിക്കുന്നത്. വന്നാ കഴിക്കാം. എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട. എന്നാ പിന്നെ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ചായ എടുക്കാം. ഈ നേരത്തെ എടി മനസ്സമാനം വല്ലതും കലക്കി തരാൻ പറ്റുമെങ്കിൽ താ. ഓ, അതിനൊക്കെ ഇത്തിരി പാടാ. സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. പറ്റാണ്ടായ എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. ഓഹോ, ഇപ്പൊ കാണിച്ചു തരാം. നിങ്ങൾ എന്ത് ചെയ്യുന്ന? കൂടി വന്നാൽ ഡിവോഴ്സ് ചെയ്തു. അതൊക്കെ തന്നെ ഞാനും ആഗ്രഹിക്കാം. എന്നാ പിന്നെ വെച്ച് വൈപ്പിക്കുന്നതിനാ ഇപ്പൊ തന്നെ വക്കീലിനെ കാണാം. അല്ലെങ്കിൽ ഇതിനെ വക്കീല ഞാൻ ഇറങ്ങി പോയാ പോരെ. മടി ഇവിടെ അവളുടെ ഒരു ബുക്ക്.
പിന്നെ വഴക്കൂടുമ്പം ഞാൻ കൊച്ചിനെടുത്തോണ്ടങ്ങ് പോവും. തൊട്ടടുത്താ സാറേ ബ്രദറിന്റെ ഫ്ലാറ്റ്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ തിരിച്ചു വരികയും ചെയ്യും. ചേട്ടന് അതൊന്നും അത്ര പ്രശ്നമായിരുന്നില്ല. ഞങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു സാറേ. സുദീപിന് ശത്രുക്കളായിരുന്നു ഉണ്ടായിരുന്നോ? എന്റെ അറിവിലില്ല. ചോദിക്കുന്നതുകൊണ്ട് വേറെ തോന്നരുത്. സുദീപിന് എന്തെങ്കിലും അഫയർ ഉണ്ടായിരുന്നോ? അഫയർ അങ്ങനെ ഉറപ്പിച്ചു പറയാനൊന്നുമില്ല. അപ്പൊ സംശയങ്ങളുണ്ട്. ഇതാണ് രചന. ഇവരെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇവരെന്ന് നിങ്ങളുടെ ഫ്ലാറ്റിൽ പോയിരുന്നു? എന്തിനാ എന്തിനാ നീ ഫ്ലാറ്റിൽ പോയത്? ഏത് ഫ്ലാറ്റ് സർ? ആരാ ഇവര്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാം. ഇവരെ അകത്ത് കൊണ്ടുപോകും. സർ കൊണ്ടുപോകും. എനിക്ക് വരാൻ ഇങ്ങോട്ട്. സർ ഞാൻ സതീശൻ, ഇവരെ വീട്ടിലെത്തിക്കാനുള്ള ഏർപ്പാട് ഇനി ഇവിടെ എത്തേണ്ട ആവശ്യം. ഇയാളെന്തിനാ സുദീപിന്റെ ഫ്ലാറ്റിൽ പോയത്? സുദീപ് സീരിയസ്. ഇനി പറ, എന്തിനാ നീ ഇളക്കുന്നത്? സർ സർ നിനക്ക് അറിയില്ലേ സുവരൻ സാർ? സർ പാടം. അങ്ങോട്ട് മാറിയില്ലേ? ഇവരാണ് ഫ്ലാറ്റിൽ വന്നു. അതെ സർ. ഷുവർ. ഇവര് തന്നെയാണ് സർ. അപ്പൊ നീ സുദീപിന്റെ ഫ്ലാറ്റിൽ പോയില്ല? പോയിരുന്നു. പക്ഷെ ഞാൻ സുദീപിനെ കണ്ടില്ല. ബെല്ലടിച്ച് കാത്തു നിന്നു. പക്ഷെ ആരും വാതിൽ തുറന്നില്ല സർ. അപ്പൊ നീ സുദീപിനെ കണ്ടിട്ടില്ല? ഇല്ല സർ. പിന്നെ എങ്ങനെ നീ അയാളെ കൊല്ലുന്നത്? ഞാൻ എന്തിനാണ് സർ സുദീപിനെ കൊല്ലുന്നത്? അത് തന്നെ ഞങ്ങൾക്ക് പറയേണ്ടത്. മാം പ്ലീസ് മാം, യു ഹാവ് ടു ബിലീവ് മീ. എനിക്കൊന്നും അറിയില്ല. സുദീപിനെ പോലും എനിക്ക് അറിയില്ല. അറിയാത്ത ഒരാളെ കാണാനാണോ നീ ഫ്ലാറ്റിൽ പോയത്? സർ, ഞാനൊരു ജേർണലിസ്റ്റാണ്. ഞാനൊരു സ്റ്റോറി ചെയ്യാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. ആ സ്റ്റോറിക്ക് വേണ്ടിയാണ് ഞാൻ സുദീപിനെ കാണാൻ ശ്രമിച്ചത് സർ. എന്ത് സ്റ്റോറി? ആ സ്റ്റോറി സുദീപ് നമ്മ എന്താ ബന്ധം? സർ, അതൊരു ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറിയായിരുന്നു. റോഡ് ആക്സിഡന്റുകളെ കുറിച്ചുള്ള ഒന്ന്. ആ കത്രിക്കടവ് ഭാഗത്തെ ഡിവൈഡറിൽ കല്ലുകൾ ഇളകിക്കിടക്കുന്ന ഭാഗത്ത് കല്ലുകൾ എടുത്തു മാറ്റിയ ആളുകൾ യൂട്ടേൺ എടുക്കുന്ന പതിവുണ്ട്. മാറ്റി വെക്കുന്ന ആ കല്ലിൽ തട്ടി അപകടങ്ങളും ഉണ്ടാവുന്നുണ്ട് സർ. അതും സുദീപും തമ്മിൽ എന്താ ബന്ധം ചോദിച്ചത്? സർ, സുദീപ് അവിടെ യൂട്ടേൺ എടുത്തിട്ടുണ്ട്.
ട്രാഫിക് റൂൾ വയലേറ്റ് ചെയ്യുന്നവരുടെ ഒരു കൺഫെഷൻ, കുംഭസാരം, ആ ആംഗിളിലാണ് ഞാൻ സ്റ്റോറി പ്ലാൻ ചെയ്തത് സർ. ഐ ജസ്റ്റ് തോട്ട് ദാറ്റ് കുഡ് ബ്രിങ് ലൈഫ് ടു മൈ സ്റ്റോറി. സുദീപ് യൂട്ടേൺ എടുത്തു എന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? ഞാൻ ആ ഭാഗത്തിരിക്കുന്ന ഒരു ചെരുപ്പ് കുത്തിയെ ഏൽപ്പിച്ചിരുന്നു. എന്നെ സഹായിക്കും. യു ടേൺ എടുക്കുന്ന ആളുകളുടെ വണ്ടി നമ്പർ നോട്ട് ചെയ്ത് അയാൾ എന്നെ ഇൻഫോം ചെയ്യും സർ. ഇന്നലെയാണ് സാർ എനിക്ക് സുദീപിന്റെ നമ്പർ കിട്ടിയത്. കൊച്ചേ, പറയുമ്പോ മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റുന്ന കഥ പറ. അല്ലാതെ ഇത്ര മണ്ട കഥകൾ പറഞ്ഞാൽ അതിന്റെ അപകടം നിനക്കുന്നതായിരിക്കും. സാർ, അതെ സാർ, ഇൻട്രോഗേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. നാളെ രാവിലെ ഒരു ക്ലിയർ പിക്ചർ പറയാം. ഓക്കെ സാർ, ഞാൻ വിളിക്കാം. ഐജിയ ഷുഗറാ. ഈ മരിച്ചവൻ ഐജിക്ക് ഇൻസുലിൻ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. നല്ല പ്രഷറുണ്ട്. സർ പ്ലീസ് ബിലീവ് മീ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. ജേഷ, തനിക്ക് എന്ത് തോന്നുന്നു? കേട്ടിട്ട് അവൾ പറയുന്ന കള്ളാക്കെന്ന് എനിക്ക് തോന്നുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം സാർ. അന്നല്ലോ സാഹചര്യ തെളിവുകൾ അവർക്കെതിരാണ് സാർ. അതാ എനിക്ക് തോന്നുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് സംഭവിക്കുന്ന വീഴ്ചകൾക്ക് വേണ്ടി കാത്തിരിക്കുക ചാനലുകാർ. അവർ നമ്മളെ എടുത്തിട്ട് മുഴുക്കും. അതുകൊണ്ട് ഒരു സെന്റിമെന്റ്സും വേണ്ട. പിന്നെ സുദീപിന്റെ വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. സൈബർ സെല്ലിൽ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് സാർ. ഓ ഗുഡ്, ഓക്കെ. ഞാൻ ഇറങ്ങി. എന്ത് പപ്പടം വേണം? ഓക്കെ ഓക്കെ. ഭാര്യ പനിയ, ഫുഡ് പുറത്തുനിന്ന് വാങ്ങണം. എടോ, ഈ നല്ല കഞ്ഞി എവിടെ കിട്ടും? അത് കഞ്ഞി സാർ മെഡിക്കൽ ട്രസ്റ്റിന്റെ ഭാഗത്തിട്ട് സാർ. ഓ, മനസ്സിലായി. അപ്പൊ ഞാൻ അറിഞ്ഞ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു. പിന്നെ അറിയാലോ, പത്രക്കാരിയാ. അവർക്ക് ഈ ലോകം തന്നെ സ്റ്റോറിയാ. വിടാനും വിളിച്ചോ. എന്തെങ്കിലും കിട്ടിയാ സമയം കളയണ്ട, എന്നെ വിളിച്ചാൽ ഞാൻ പറഞ്ഞു. സാർ, കസ്റ്റഡി റിപ്പോർട്ട് എടുക്കണം. എഫ്ഐആർ ഇടേണ്ടി വരും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നെഗറ്റീവ് ആയാൽ നാളെ തന്നെ റിമാൻഡ് ചെയ്യണം. സാറെങ്കിലും എന്നെ വിശ്വസിക്കണം. സുദീപിന്റെ മരണവും ഞാനും തമ്മിൽ ഒരു ബന്ധമില്ല മാഡം. ഇരിക്കും. ഞാൻ കുറച്ച് സംശയങ്ങളുണ്ട് രചന. അതിന് കൃത്യമായ ഉത്തരം കിട്ടാതെ രചനയ്ക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റും തോന്നില്ല. സർ, 1 minute. സർ, ഇത് നോക്ക്. ഇത് മുഴുവൻ ആ ചെരുപ്പൂത്തി വന്ന നമ്പറുകളിൽ നിന്ന് ഞാൻ കണ്ടെത്തിയ അഡ്രസ് ആണ്. സാറിന് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാലോ. അപ്പൊ ഇവരെയൊക്കെ നിങ്ങൾ കണ്ടിരുന്നു? ഇല്ല, ആദ്യം വിളിച്ചത് സുദീപിനെയാണ്. അതെന്താ നീ അങ്ങനെ ചെയ്തത്? ഇതിൽ ആദ്യത്തെ പേര് ഒരു ആന്റണി ഐസക്കിന്റെയാണ്. രണ്ടാമതൊരു ജലാലുദ്ദീൻ, മൂന്നാമതൊരു ശ്രീയേഷ്, നാലാമതാണ് സുദീപ്. ആദ്യത്തെ 3 പേരെ കോണ്ടാക്ട് ചെയ്യുന്നതിന് മുമ്പ് സുദീപിനെ തന്നെ കോണ്ടാക്ട് ചെയ്യാൻ കാരണം? കുറച്ചു ദിവസം അമ്മ എന്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഓഫീസിലും നല്ല തിരക്കായിരുന്നു സർ. അപ്പൊ തനിക്ക് മരണമായിട്ട് യാതൊരു ബന്ധമില്ല? ഇല്ല. പ്ലീസ് ട്രസ്റ്റ് മീ സർ. വണ്ടി നമ്പറുകൾ മുഴുവൻ തനിക്ക് തന്നത് ഒരു ചെരുപ്പൂത്തിയാണെന്നല്ലേ പറഞ്ഞു? അതെ. ഇതിലെ മുഴുവൻ ഡീറ്റെയിൽസും അതാത് സ്റ്റേഷനിൽ വിളിച്ച് വെരിഫൈ ചെയ്യാം. സതീഷ. സുദീപിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഫോളോ ചെയ്യാം. എത്രയും റിപ്പോർട്ട് ഇട്ടാണ് ഇനിഷ്യൽ. സ്പെഷ്യൽ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ രാത്രി തന്നെ കിട്ടുമല്ലോ. അതൊന്നും ഇനി പറയുന്നത്. അവളെ വിളിക്കും. എവിടേക്കാ മാഡം? എങ്ങോട്ടാന്ന് അറിഞ്ഞാലേ നീ വരും. വരാൻ
സർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടാൻ നാളെ വേറെ ഇൻഫോ ഉണ്ടോ? ആ ഫ്ലാറ്റിലെ CCTV ഫുട്ടേജ് കിട്ടിയിട്ടുണ്ട്. ഭാര്യ പണിക്ക് പോയതിനു ശേഷം ആ ഫ്ലാറ്റിൽ ചെന്നിട്ടുള്ളത് ഇവിടെ മാത്രം. അതിനോ വാതിൽ തുറന്നില്ലെന്നല്ലേ പറയുന്നത്? ഫ്ലോറിൽ CCTV വന്നില്ല. ഫ്ലോറിലില്ല സാർ. സാർ ഇതിലെ അഡ്രസ്സുകൾ അതായത് സ്റ്റേഷനുകളിൽ വിളിച്ച് വെരിഫൈ ചെയ്യും. പക്ഷേ ദർ ഈസ് എ പ്രോബ്ലം. ഒരു നേരം വേണ്ട, നമുക്ക് സത്യം വേണം. നീ വേറെ ആർക്കെങ്കിലും ഇവരുടെ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ടോ? കള്ളം പറയുന്നത് ഇല്ല സർ. നീ തന്ന ഈ അഡ്രസ്സിലുള്ള 3 പേരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ആത്മഹത്യ ചെയ്തു. രചന, സത്യം പറയണം. നീ എന്തെങ്കിലും ഞങ്ങളിൽ നിന്ന് മറയ്ക്കുന്നുണ്ടോ? ഞാൻ എന്തിനു മറക്കണം? ഈ വണ്ടി നമ്പേഴ്സും അഡ്രസ്സും അല്ലാതെ മറ്റൊന്നും എനിക്ക് അറിയില്ല സർ. ഈ ഡേറ്റ്സ് എല്ലാം നീ എഴുതിയതല്ലേ? അതെ, ഇതെല്ലാം അവര് യൂട്ടേൺ എടുത്ത തീയതികളാ സർ. അവർ മരിച്ച ദിവസം ഇത് തന്നെയാ. സാർ അയാൾ കൂടുതലായൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു ഫോൺ കിട്ടിയിട്ടുണ്ട്. ഓടിയ കടലാസ്. ഇത് നിന്റെ നമ്പറല്ലേ? അതെ. ഇവിടെ ഫോൺ എന്ത്? പാസ്വേഡ് എന്താ? 1245. ഇതാരുടെ നമ്പറാ? എനിക്കറിയില്ല സർ. ചിലപ്പം ഇന്ന് യൂട്ടേൺ എടുത്ത ആരുടെങ്കിലും നമ്പർ ആയിരിക്കും. ഈ നമ്പറിന്റെ ഓണർഷിപ്പ് ഡീറ്റെയിൽസ് കണ്ടുപിടിക്കണം. വേണം സാർ. അല്ല, കം വിത്ത് മീ. ട്രാഫിക് കൺട്രോൾ റൂമിൽ പോകണം. ഈ വണ്ടിയുടെ ഓണർ യൂട്ടേൺ എടുത്തിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കണം. ഇതൊരു അഡ്വക്കേറ്റ് സക്കരയുടെ വണ്ടിയാണ്. അഡ്രസ്സും ഫോൺ നമ്പർ കിട്ടിയിട്ടുണ്ട്. കോള് അയാൾ എവിടെ ഉണ്ടെന്നോ? സാർ അയാൾ ഫോൺ എടുക്കുന്നില്ല സാർ. നമുക്ക് സക്കരയുടെ വീട് അവളെ കൂട്ടി. നിങ്ങളുടെ പേര്? വീട്ടുപേര്? കണ്ണൂർ. അച്ഛൻ്റെ പേര്? ഇങ്ങനെയാണ് ആന അമ്പലത്തിലും പള്ളിയിലും എഴുന്നള്ളിപ്പിന് പോകുന്നത്. ആനകൾ വന്നില്ല. കുറേ നടന്നു കഴിയുമ്പം ആനയ്ക്ക് ദാഹിക്കില്ലേ? അപ്പൊ ആന ദാഹം മാറ്റാൻ വേണ്ടി കുറച്ച് വെള്ളം കുടിക്കും.
പോവാം പോവാം. ആന എന്നിട്ടിങ്ങനെ നടന്ന് നടന്ന് പതുക്കെ തിരിഞ്ഞ് വീണ്ടും നടക്കുമ്പോ ആനയ്ക്ക് വീണ്ടും ദാഹിക്കില്ലേ? ഇനി ആന പോണി കേട്ടോ. നിങ്ങളെ കുഞ്ഞിനെ കൂടെ വഷളാക്കി. ഒന്ന് പോടി. നീ ഇതെന്ന് പറഞ്ഞു. വക്കീലില്ലേ? എന്താണാവോ എല്ലാരും കൂടെ? കേസിന്റെ കാര്യം വല്ലാണെങ്കിൽ ഓഫീസിൽ. ഇത് വക്കീലിന്റെ വണ്ടിയുടെ നമ്പറല്ലേ? ആണെങ്കിൽ വക്കീൽ എപ്പോഴെങ്കിലും കത്രിക്കട ഭാഗത്ത് കല്ലെടുത്ത് മാറ്റി യൂട്ടേൺ എടുത്തിരുന്നോ? ഒഫൻസും കൊണ്ടുള്ള വരവാണല്ലേ? ട്രാഫിക് വയലേഷൻ. എന്നാലേ ഞാൻ ചെയ്തിട്ടില്ല. ഇയാൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ ചെയ്തു. എന്താ പ്രശ്നം? ഒന്നുമില്ല. രാത്രിയപ്പോ ഉണ്ടാക്കാൻ വേണ്ടി വന്നേക്കുന്നു. നീ കൊച്ചിനെ കൂടെ അകത്തോട്ട് ഓടി. പത്രക്കാരും പോലീസും തമ്മിൽ ടൈപ്പ് ആയതിനെ കുറിച്ച് ഞാൻ അറിഞ്ഞായിരുന്നു. മറ്റേ കോടതിയിലെ മാധ്യമ വിലക്ക് ഞങ്ങളുടെ അസോസിയേഷനിൽപ്പെട്ടവരെ കള്ളക്കേസിൽ കൊടുക്കാനാ പരിപാടി എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ എന്റെ കാര്യത്തിൽ നടക്കില്ല. അറിയാലോ? ഇയാൾ എങ്ങോട്ടാ? സെർച്ച് വാറന്റില്ലാതെ വീട്ടിൽ കയറാൻ പറ്റില്ല. വന്നേ. സെർച്ച് വാറന്റ് ഇല്ലാതെ വീട്ടിൽ കയറിയെന്ന് താൻ നാളെ പോലീസ് സ്റ്റേഷനിൽ വന്നൊരു പരാതി എഴുതി അന്വേഷിക്കാം. അതിനെനിക്ക് തന്റെ സഹായം വേണ്ട. ഞാൻ കോടതി കണ്ടോളാം. ആയിക്കോട്ടെ. ഗുഡ് നൈറ്റ്. ഓ മുഖം നോക്കിയാൽ അടി കൊടുക്കാനാ തോന്നിയത്. അതിനുള്ള യോഗ്യതൊന്നും അവനില്ല. താനിവിടെ വേണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ അപ്പൊ തന്നെ വിവരം. അത് സമയത്രയില്ലേ? ഇനിയിപ്പോ എന്ത് പ്രശ്നം ഉണ്ടാവാനാ? പറയുന്ന കേട്ടാ മതി. ഓ സഖി. സതീഷ് പറ. നമ്മുടെ സംശയം ശരിയാണ് സാർ. വക്കീൽ യൂട്ടേൺ എടുത്തു. കൺഫേം. ആ വക്കീലിന് അവിടെ യൂട്ടേൺ എടുക്കുന്നത്. വരുമ്പോ എല്ലാവർക്കും ഉണ്ടാവുള്ളൂ ഇതുപോലെയുള്ള തോന്നലുകൾ. ഇപ്പോഴത് നിങ്ങളുടെ കുഞ്ഞല്ല. ഇറ്റ്സ് ആൻ ഈവിൾ സ്പിരിറ്റ്. ആരാ ആ പെട്ട് തുറന്നത്? പ്രിയ. എന്നോട് നിങ്ങൾ ഒളിക്കുന്നുണ്ട്. എക്സോർസിസം പൂർത്തിയാവാൻ 10 ജൂതന്മാർ വേണ്ടി. പൃഥ്വിരാജ് രഞ്ജൻ മാത്യു എന്ന ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിച്ച് ടൊവിനോ തോമസ്, സുദേവ് നായർ, വിജയരാഘവൻ, പ്രിയ ആനന്ദ് തുടങ്ങിയവരും അഭിനയിച്ച സൂപ്പർ ഹിറ്റ് ഹൊറർ ത്രില്ലർ ചിത്രം JK തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത യസ്ര നാളെ ഉച്ചയ്ക്ക്. മരണത്തെക്കുറിച്ച് എന്തെങ്കിലും സൂചന ഉണ്ടോ സാർ?
സാർ ആത്മഹത്യ ചെയ്തതല്ല എന്നാണ് പ്രതിയുടെ ഭാര്യ പറയുന്നത്. എന്താണ് സാർ പോലീസിന്റെ സാർ അതിൽ കൊലപാതകമാണ് സാർ. ഒരിക്കലുമല്ല. മരണം നടക്കുന്ന സമയത്ത് സക്രിയെ കൂടാതെ അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിൽ ഭാര്യ കുട്ടിയെ മാത്രമേ ഉണ്ടായിരുന്നു. ഇതൊരു കൊലപാതകമല്ലെന്ന് ഉറപ്പാണ്. അൺനാച്ചുറൽ ഡെത്താണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ എനിക്ക് കൂടുതൽ പറയാൻ സാധിക്കുള്ളൂ. സക്രിയുടെ ജീവനെ ഭീഷണികളുണ്ടായിരുന്നു. എന്റെ അറിവിലില്ല. പിന്നെന്തിനാ പോലീസ് പാതിരാത്രി ഫ്ലാറ്റിൽ പോയത്? SI ജേഷന്റെ പെരുമാറ്റത്തെ കുറിച്ച് സംശയമുണ്ടെന്നാണല്ലോ മരിച്ച സക്രിയുടെ ഭാര്യ പറയുന്നത്. തന്നെയുമല്ല, ഫ്ലാറ്റിന് പുറത്തൊരു സിവിൽ പോലീസ് ഓഫീസറെ ഡ്യൂട്ടിക്ക് നിയോഗിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ CCTV ഫുട്ടേജ് ഞങ്ങളിലുണ്ട്. എന്തിനായിരുന്നു പോലീസ് അങ്ങനെ ചെയ്തത്? നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം ഞാൻ ഉള്ള തരാം. പക്ഷെ കുറച്ച് സാവകാശം തരണം. നടന്നത് എന്താണെന്നതിനെ കുറിച്ച് ആദ്യം ഞാനൊരു കൺക്ലൂഷൻ എത്തട്ടെ. ഓക്കെ? ആ എന്തിനാ പറയുന്നത്? എന്റെ ചായ എന്താ സാർ? എന്താ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്? ആ ഞാൻ ജയിക്കും സാറിന്. തനിക്കിപ്പോ തൃപ്തിയായല്ലോ. അല്ലെങ്കിൽ തന്നെ 100,000 പ്രശ്നങ്ങളാ അതിൻ്റെ ഇടയില. അല്ല, താനെന്തിനാ ആ നേരത്തെ വക്കീലിന്റെ ഫ്ലാറ്റിൽ പോയത്? സാർ, അത് ഞങ്ങൾക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ ശരിയാണോ നോക്കാൻ വേണ്ടി പോയതാ. എന്ത് ഇൻഫർമേഷൻ? ഒരു കാര്യം ചെയ്യും, ഒരു കടലാസ് എടുത്ത് അതിന് കാരണം എഴുതിട്ട് മേശപ്പുറത്ത് വെച്ചേക്ക്. എനിക്ക് പിടിച്ചു വെക്കണമെങ്കിൽ ഇത് ആവശ്യമാണല്ലോ. നിനക്കും വേണ്ടി വരും. സാർ, എന്തായാലും സർ, ആന്റണി ഐസക്, ശ്രീയേഷ്, ജലാലുദ്ദീൻ, സുദീപ്, ഇവര് 4 പേരുടെയും മരണങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ അല്ല നടന്നിട്ടുള്ളത്. എന്തൊക്കെയോ മിസ്റ്ററി ഉണ്ട് സാർ ഇതിന്റെയൊക്കെ പിന്നിൽ. എന്ത് മിസ്റ്ററി? സർ, ആദ്യത്തെ 3 മരണങ്ങളും ആത്മഹത്യയായിട്ടാണ് നമ്മുടെ റെക്കോർഡിൽ കാണിച്ചിരുന്നത്. പക്ഷെ അതിന് കാരണമായിട്ട് സംശയിക്കാൻ വ്യക്തമായ എവിഡൻസ് ഇല്ല. എന്നാൽ ഇതിനെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു കോമൺ പോയിന്റ് ഉണ്ട് താനും. യു ടേൺ. സർ, ഇവർ 5 പേരും ട്രാഫിക് റൂൾസ് വയലേറ്റ് ചെയ്ത് യു ടേൺ എടുത്തിരുന്നു മരിക്കുന്ന ദിവസം. എടോ, താൻ എന്തായി പറഞ്ഞോണ്ട് വരുന്നത്? റോഡ് യു ടേൺ എടുത്തോണ്ട് ആരെങ്കിലും മരിക്കൂ? പറയുമ്പോ കുറച്ച് ലോജിക്കൊക്കെ നോക്കണ്ടേ? സർ പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്കണം. ഈ 5 മരണങ്ങളുടെ പിന്നിലും എന്തോ ഉണ്ട്. പറഞ്ഞു അത് ഞാൻ കൊണ്ടുവരാം. കൊണ്ടുവന്നേക്കാന്നേ. ഒരു സെക്കൻഡ്. എടോ സതീഷ, എടോ ഈ തലക്കറി എവിടെ കിട്ടും? തലക്കറി തലക്കറി മഹാരാജാസ് മുമ്പിൽ കടയുണ്ട്. ഓ, മനസ്സിലായി. നീ വെച്ചോ, ഞാൻ കൊണ്ടുവരാം. അപ്പൊ നമ്മളെന്താ പറഞ്ഞോണ്ട് വന്ന്? എന്തോ ഉണ്ട്. എന്ത്? സർ, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എടോ, വക്കീലിന്റെ മരണം ഉണ്ടാക്കിയിരിക്കുന്ന വിശ്വസിക്കുന്ന തന്നെ എങ്ങനെ രക്ഷിച്ചെടുക്കാൻ പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാ പുതിയ കഥ യൂട്ടേൺ. തനിക്കറിയാലോ മീഡിയ ട്രയലിന്റെ പവർ. അവരീ മരണം എടുത്തിട്ടങ്ങ് അലക്കും. താൻ ആ നേരത്തെ അവിടെ പോയതിന് കൃത്യമായ ആൻസർ ഇല്ലെങ്കിൽ കുടുങ്ങും. പിന്നെ അവരെന്ത് പറഞ്ഞു ആ പത്രക്കാരൻ? അവരിൽ നിന്ന് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയ സാർ. ഓ, സുദീപിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് കാലത്ത് തന്നെ കിട്ടി. കൊലപാതകമാണെന്നതിന് ഒരു സൂചന അതില്ല. ആത്മഹത്യയായിരിക്കും എന്നാ സന്ധ്യയിൽ പറഞ്ഞത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അവരങ്ങനെ എഴുതിയിരിക്കുന്നു. സോ ഫ്രം നൗ യു ആർ ഫ്രീ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മതിയായിരുന്നു ഇൻവെസ്റ്റിഗേഷൻ ഇൻട്രോഗേഷൻ. പക്ഷെ സമ്മതിക്കില്ലല്ലോ. സൗമ്യ വധക്കേസ്, പെരുമ്പാവൂരിലെ വിവരം പറഞ്ഞിട്ടും പോലീസ് എത്താൻ വൈകിയെന്നായിരുന്നല്ലോ പ്രധാന ആരോപണം. തെളിവുകൾ നശിച്ചു പോയത്രേ. എഴുതി പിടിപ്പിച്ചതെന്ന് അടിച്ചതൊക്കെ നിങ്ങൾ പത്രക്കാരൻ. അന്ന, കം വിത്ത് മീ. രചന, സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്.
അല്ലേ? രണ്ട് കാര്യങ്ങളാണ് ഒരു ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ഞങ്ങൾ നോക്കുന്നത്. അതൊരു കൊലപാതകമാണോ ആത്മഹത്യയാണോ? ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്ത ആന്റണി ഐസക്, എനിക്കൊരു ഡൗട്ടും ഇല്ല, അത് ആത്മഹത്യ തന്നെയാണ്. ജലാലുദ്ദീൻ ആത്മഹത്യ ഇല്ലാന്ന് പറഞ്ഞു എന്തൊരു ബഹളമായിരുന്നു അയാളുടെ ബന്ധുക്കളോട് കിടന്നത്. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? എക്സാമിൻ ചെയ്യുമ്പോൾ കാണുന്ന കാര്യങ്ങളല്ലേ എനിക്ക് എഴുതി വെക്കാൻ പറ്റും. യു ടേൺ എടുത്ത 5 പേർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. അഡ്വക്കേറ്റ് സക്രിയുടെ കേസിലടക്കം ആത്മഹത്യയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസും പറയുന്നു. പക്ഷേ ഇവർ 5 പേരും ആത്മഹത്യ ചെയ്യാൻ തക്കതായ യാതൊരു കാരണവും ഇവരുടെ ജീവിതത്തിലില്ല. തികച്ചും സ്ട്രേഞ്ച് ആണ്, സമ്മതിക്കുന്നു. പക്ഷേ ഇതൊക്കെ പ്രൂവ് ചെയ്യാൻ എന്ത് എവിഡൻസ് ഉള്ളത്? Whatever it is, മരണം നടന്നു എന്നുള്ളത് സത്യമല്ലേ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂയിസൈഡ് ആണെന്ന് എഴുതിയിട്ടുമുണ്ട്. അതുകൊണ്ട് സൂയിസൈഡ് ചെയ്യണമെങ്കിൽ തക്കതായ ഒരു റീസൺ വേണം ബിജോയ്. വീട്ടുകാർക്ക് അറിയില്ല, ഫ്രണ്ട്സിന് അറിയില്ല, പോലീസിന് അറിയില്ല. ഇതിനപ്പുറം എന്ത് എവിഡൻസ് വേണം? ഒരു സ്റ്റോറി ഫയൽ ചെയ്യാൻ ഇതൊക്കെ ധാരാളം മതി. എന്റെ പോയിന്റ് അതല്ല. യു ടേണും മരണങ്ങളും തമ്മിലുള്ള കണക്ഷൻ അതെങ്ങനെ പ്രൂവ് ചെയ്യും? യെസ്, ദാറ്റ്സ് ഇമ്പോർട്ടന്റ്. ആ കണക്ഷനാ ഈ സ്റ്റോറിയുടെ ആത്മാവ്. ഐ മീൻ ഏറ്റവും കീ ആയ പോയിന്റ്. നിനക്കത് കണ്ടുപിടിക്കാൻ പറ്റും രചന. പറ്റിയാൽ ഫ്രണ്ട് പേജ് വാർത്തയാ വിത്ത് ബൈലൈൻ. അങ്ങനെ ഒരു എക്സ്ക്ലൂസീവ് ഐറ്റം ചെയ്യാൻ പറ്റിയാൽ അപ്പോ കയ്യിലടിച്ചു തരും കൺഫർമേഷൻ ഓർഡർ. കൺഫർമേഷൻ ഓർഡർ ഒന്നും എനിക്കിപ്പോ വേണ്ട, ബൈലൈനും വേണ്ട. ഇതൊന്നും അല്ല ഇപ്പൊ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. എനിക്കറിയണം ഈ മരണങ്ങൾക്ക് പിന്നിലുള്ള മിസ്റ്ററി. എന്തിന്, എങ്ങനെ, അതറിയാതെ എനിക്ക് ഉറക്കം വരില്ല ബിജോയ്. അങ്ങനെയാണെങ്കിൽ സുദീപ് എന്നേ എനിക്കറിയണം. എന്റെ ഭർത്താവിന്റെ മരണത്തിന് പിന്നിൽ എന്താ കാരണമെന്ന്. എനിക്കറിയില്ല. ഞാൻ മോനെ ഉറക്കാൻ കൊണ്ടുപോയിരുന്നു. അപ്പോഴാ പുറത്തുനിന്ന് ശബ്ദം കേട്ടത്. പെട്ടെന്ന് ഞാൻ ഓടി പോയി നോക്കി. ചായ. താങ്ക് യു. Krishna, very Krishna, very Krishna, 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 രണ്ട് കാര്യങ്ങൾ ഞാൻ മുടക്കാറില്ല. ഒന്ന് വൈകുന്നേരത്തെ നടത്തും, 2 മാസാമാസമുള്ള ഗുരുവായൂർ പോക്ക്. എന്നിട്ട് എവിടെ ഫോട്ടോഗ്രാഫ്? ആത്മഹത്യയാണെന്ന് എല്ലാരും പറഞ്ഞ കേസുകൾ എന്റെ അടുത്ത് വരാൻ എന്താ കാരണം? ഒരു സെക്കൻഡ് ഒപ്പീനിയൻ, പിന്നെ ഒരു തോന്നൽ. നമ്മുടെ പോലീസുകാർക്ക് ഈ തോന്നലുള്ള സാർ മിക്കവാറും ശരിയാവാറ്. അത് നിങ്ങൾ പോലീസുകാർക്ക് മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും അങ്ങനെ തന്നെയാണ്. അതും ശരിയാണ് സാർ. എന്തായാലും വന്നത് നന്നായി. എനിക്കൊരു സംശയം തോന്നുന്നു. ഇവന്റെ കാര്യത്തിൽ ജലാലുദ്ദീൻ താനീ മുറിവ് കണ്ടോ? കൈഞ്ഞരമ്പ് മുറിച്ച പാട്
അതും യു ആകൃതി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വെയിൻ കട്ട് ചെയ്യുന്നായിരിക്കും എഴുതിയിട്ടുണ്ടാകും. പക്ഷെ ഞാൻ അഗ്രി ചെയ്യില്ല. ഒരാൾ എപ്പോഴാണ് ആത്മഹത്യ ചെയ്യുക? ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമില്ല, അതല്ലെങ്കിൽ വിഷാദ രോഗം പിടിപെടുന്നു, അതുമല്ലെങ്കിൽ പ്രേമനൈരാശ്യം. ഈ 3 കേസിലും പകയായിരിക്കും മരിക്കുന്നവന് ലോകത്തോട്. അങ്ങനെ ഒരാൾ ഇത് കാണുന്നത് പോലെ യു ആകൃതിയിൽ വെയിൻ കട്ട് ചെയ്യില്ല, ഒറ്റ വര അങ്ങനെ ചെയ്യൂ. ഞാൻ പറഞ്ഞു വന്നത് ഇത് എന്നെ മാത്രം തോന്നല. ഒന്ന് ശ്രമിച്ചു നോക്ക്, ചിലപ്പോ വല്ലതും കണ്ടുപിടിക്കാൻ പറ്റിയേക്കും. തോന്നലുകളൊക്കെ ശരിയാവുന്നല്ലേ പറഞ്ഞത്. അപ്പൊ എന്നെ പണി കേട്ടു. അപ്പൊ എല്ലാം തോന്നലുകൾ. ഡോക്ടർ മധുസൂദൻ പിള്ള, റിട്ടയർഡ് പോലീസ് സർജനാണ്. അദ്ദേഹമാണ് ഇങ്ങനെ ഒരു സംശയം ആദ്യം പറഞ്ഞത്. യു ജലാലുദ്ദീന്റെ കയ്യിൽ കണ്ട യു അടയാളം അത് മരിച്ച മറ്റുള്ളവരുടെ ബോഡിയിലും വന്നിട്ടുണ്ട്, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. സാർ ഇതൊന്ന് നോക്കാം. ഇത് ആന്റണി ഐസക്, തൂങ്ങിയാണ് മരിച്ചത്. സാർ ഈ പാട് കഴുത്തിൽ കയറി മുറിക്കുക ഇങ്ങനൊരു പാട് വരാൻ സാധ്യതയുണ്ട്. കഴുത്തിൽ യു എന്ന പാട് മുറിച്ചതാണ്. ഇത് ശ്രീയേഷ് വിഷം കഴിച്ചു മരിച്ചു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരണപ്രാളത്തിൽ സ്വന്തം കയ്യിലെ നഖം കൊണ്ട് ദേഹത്ത് പോറിയ പാടായി. യു മുറിയിൽ മരിച്ചു കിടന്ന സുധി ചുവരിൽ തലയിടിച്ച് മരിച്ചു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സാർ ഇത് നോക്കാം, അവിടെയും യു എന്നാണ്. ഇനി അവസാനം മരിച്ച അഡ്വക്കേറ്റ് സക്കറിയ, കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടിയാണ് സക്കറിയ മരിച്ചത്. സാർ ഈ പാട് കണ്ടു, അവിടെയും സാർ എല്ലാ മരണങ്ങളും ശരീരത്തിൽ എവിടെയെങ്കിലും യു എന്ന് മുദ്ര കുത്തിയിട്ടുണ്ട്. എടോ, താൻ എന്താ പറഞ്ഞത്? നാട്ടിൽ അങ്ങനെ പലതും നടക്കും, സംശയമുള്ളതും ഇല്ലാത്തതും. അതിന്റെയൊക്കെ പുറകെ ഓടലല്ല ഒരു പോലീസുകാരന്റെ പണി. നമ്മുടെ മുമ്പിൽ വരുന്ന കേസുകൾ മാത്രം നമ്മൾ അന്വേഷിക്കുക. അല്ലാതെ ഇതിന്റെയൊക്കെ പുറകെ ഓടാൻ തുടങ്ങിയാല് ഒരു സർവീസ് പീരീഡ് മുഴുവൻ തികയാതെ വരും. ഇനി ഞാൻ തിരിച്ച് അങ്ങോട്ടൊരു സംശയം ചോദിക്കാം. ഇതാണല്ലോ മരിച്ച ജലാലുദ്ദീന്റെ കൈയുടെ പണം. അതെ സാർ. ഡോക്ടർ മധുസൂദൻ പിള്ള സംശയിച്ച ചിത്രം. ഒരു വാദത്തിന് വേണ്ടി യു എന്ന് എഴുതിയത് പുറത്തുനിന്ന് ഒരാളാണെന്ന് വിചാരിക്കുക. എന്തുകൊണ്ട് ജലാലുദ്ദീൻ അപ്പം പ്രതികരിച്ചില്ല? പ്രതികരിച്ചതെങ്കിൽ ഇങ്ങനെ ഒരു കൊലയാളിക്ക് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ യു എന്ന് എഴുതാൻ പറ്റുമോ? ഞാനും അത് ആലോചിച്ചിരുന്നു സാർ. പക്ഷേ എടോ, മേലെ താൻ ഈ കേസിന്റെ പുറകെ പോയി സമയം കളയരുത്. നമുക്ക് വരെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. താൻ ആദ്യം പോയി അത് ചെയ്തു തീർക്കുക. സാർ ഞാൻ പറയുന്നത് കൊണ്ടു. ചെല്ലേ ജയകൃഷ്ണൻ, തന്റെ കയ്യിൽ രചനയുടെ ഫോൺ നമ്പർ ഉണ്ടോ? ഉണ്ട് സാർ. ആദ്യം അതങ്ങ് ഡിലീറ്റ് ചെയ്യും. മാം, അത് പെർമനന്റ് ആയി ഫിക്സ് ചെയ്യാനുള്ള നടപടി ഉണ്ടാവണം. Why aren't you doing this? ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാനാണ് കോടതി ഉത്തരവ്. Vijay, I'll talk to you 1 minute. Hold on. പറയ് വിജയ്. തന്റെ യു ടേൺ സ്റ്റോറി ഒരു അപസർപ്പക ലൈനിൽ പിടിക്കാനാണ് മേഡത്തിന്റെ ഉപദേശം. റെഫറൻസിന് വേണമെങ്കിൽ മാർക്കസിന്റെ കപ്പൽ ചെയ്തമെന്ന് നാവികനെടുത്ത് വായിക്കാൻ പറയും. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അതെങ്ങനെ വേണമെന്ന് നീ തീരുമാനിക്കുന്നതിന്റെ ഇഷ്ടം. അതേസല്ലെങ്കിൽ പണ്ടേ നിനക്ക് ഇഷ്ടം. വിജയ്, I'll call you back.
സോറി ടു ഡിസ്റ്റർബ് യു സർ. എന്നെ ഒന്ന് സഹായിക്കണം. ഐ നീഡ് യു ഹെൽപ്പ്. എന്നാര് പറഞ്ഞു? ഒന്ന് പോ സിസ്റ്ററെ. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഒന്നും പറയണ്ട. ഞങ്ങൾക്ക് അത്രയും ദൂരം പോയി ആ സിഗ്നലിൽ നിന്ന് യൂട്ടേൺ എടുത്ത് വരാൻ പറ്റില്ല. വെറുതെ ഷോ കാണിക്കില്ലേ? ഇത് നിങ്ങളുടെ സ്ഥലമാണോ? അല്ലല്ലോ. താനൊന്നും പറയണ്ട. വെറുതെ ആളാവല്ലേ? ഇതിലും വലിയ അപകടത്തിലെ ഞങ്ങൾ സിസ്റ്ററിന്ന് പോയേ. നീ കൊണ്ടെടുക്കും. എങ്ങനെയെങ്കിലും അവരെന്ന് രക്ഷിക്കണം സർ. ഇതാ സർ, ഇതാ വണ്ടി ഓണറുടെ അഡ്രസ്. രചന, ഒരു ജേർണലിസ്റ്റിന്റെ ആവേശം എനിക്ക് മനസ്സിലാവും. എല്ലാം നന്നായി കാണണമെന്നുള്ള ആഗ്രഹം. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് ജോലിയുണ്ട്. വെറുതെ യൂ ടേൺ എന്ന് പറഞ്ഞ് ഞങ്ങൾ ബുദ്ധിമുട്ടിക്കും. സർ പ്ലീസ്, അവർക്ക് എന്തെങ്കിലും പറ്റും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. രചനയുടെ ജോലി ചെയ്യും. ഒപ്പം ബാക്കിയുള്ളവരെ ശല്യപ്പെടുത്താതിരിക്കും. മനസ്സിലായോ? എന്താണ് ഇതിന്റെ അർത്ഥം? അവർക്ക് അത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിൽ ആ കോർപ്പറേഷൻകാരോട് പോയി പറഞ്ഞ് ആ ഭാഗം പെർമനന്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യാൻ പറ. അത് നടക്കില്ല സാർ. കോർപ്പറേഷനും കോൺട്രാക്ടറും തമ്മിൽ എന്തൊരു കേസ് നടക്കുക. കോടതിയിൽ സ്റ്റേ ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവളെ ഇൻവോൾവ് ചെയ്തിരിക്കാൻ പറ. സതീഷ, വാ. എടോ, ഈ മുളകിട്ട മീൻ കറി വേണം. അത് കിട്ടില്ല സാർ. ഒരുപാട് വർക്ക് ലോഡ് ഉണ്ട്. അതുകൊണ്ടാണ് സാർ അങ്ങനെ പറഞ്ഞത്. രചനയുടെ കാര്യമൊക്കെ സാറിനും അറിയാവുന്നല്ലേ വക്കീലിന്റെ കാര്യം. നമ്മുടെ മുമ്പിൽ വെച്ചല്ലേ അയാൾ വീണ് മരിച്ചത്. ഐ ജസ്റ്റ് ഡോണ്ട് വാണ്ട് വാട്ട് ഹാപ്പൻ ടു ദി ലോയർ ടു ഹാപ്പൻ ടു ദീസ് ബോയ്സ്. ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞിട്ടാണോ സർ പോലീസ് ആക്ട് ചെയ്യേണ്ടത്? അപകടം ഉണ്ടാകാതെ നോക്കേണ്ടതല്ലേ പോലീസിന്റെ കടമ. രചനയുടെ ആംഗിളിൽ നിന്ന് നോക്കുമ്പം ശരിയാണ്. എന്റെ മാത്രം ആംഗിളിലല്ല സർ. ഈ പ്രശ്നത്തിന് ഒരൊറ്റ ആംഗിളാണുള്ളത്. അതിന്റെ അവസാനം മരണമാണ്. സാറിനെ സഹായിക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട. ഐ വിൽ ഡു മൈ ബെസ്റ്റ് ടു സേവ് ദം. സുമാരൻ, ആ ലൈറ്റ് ഓഫ് ചെയ്ത് സർ. ഇനി വരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവും തോന്നില്ല. അമ്മാരുടെ സേഫ്. CA പോലും അറിയാതെ എന്റെ ഓൺ റിസ്കിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. രചനയെ പോലെ തന്നെ ഇപ്പൊ എനിക്കും അറിയണമെന്നുണ്ട്. യൂട്ടേൺ എടുക്കുന്നവർക്ക് എന്താ സംഭവിക്കുന്നത്. അവിടെ സെല്ല് ലൈറ്റ്
them to break it open. ജെ സാർ സി എ സാർ വിളിച്ചിരുന്നു. സാർ വന്നിട്ട് പോയാൽ നീ പറയാൻ പറഞ്ഞു. സാർ ഇങ്ങനെയൊക്കെ നടക്കാൻ കാരണം അതെനിക്ക് തോന്നുന്നത് അത് നിങ്ങളുടെ ആരുടെയും തെറ്റല്ല സുമാര. എന്റെ ശ്രദ്ധയില്ലായ്മ എടുത്തിയാട്ടോ. കുറ്റം ഞാൻ ഏറ്റോളാം. എനിക്കൊരു വരുമ്പോൾ നിങ്ങൾക്ക് ആർക്കും ബുദ്ധിമുട്ടില്ല, ഞാൻ നോക്കിക്കോളാം. അതല്ല സാർ, ആ ചെറുക്കൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ സാർ ഓർക്കുന്നില്ലേ, താനല്ലെന്ന് വേറെ ആരോ ചെയ്യിച്ചതാണെന്ന്. എനിക്ക് തോന്നുന്നത് അത് പുറത്തുനിന്ന് വല്ല ശക്തിയും. എന്റെ സുകുമാരൻ സാറേ ഈ ലോകത്തൊന്നും അല്ലേ. അവര് ഡ്രഗ് യൂസ് ചെയ്തിരുന്നു, ബോധമില്ലായിരുന്നു രണ്ടിനും. അത് ശരിയാ, സാറ് ടെൻഷൻ അടിക്കണ്ട. എൻക്വയറി വന്നാൽ സാറിനെ പിടിച്ചേക്കാം. രണ്ടുപേരും ഡ്രഗ് യൂസ് ചെയ്തിരുന്നു, രണ്ടുപേരും തമ്മിലടിച്ചതിന്റെ CCTV വിഷ്വൽസ് നമ്മുടെ ഉണ്ട്. സാറിന്റെ ഭാഗത്ത് വേറെ തെറ്റൊന്നുമില്ലേ? മരുന്നടിച്ചുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ വഴക്കിടാം, കൊല്ലാം. പക്ഷേ ആ സമയത്ത് സെല്ലിന് ലോക്ക് തുറക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാ? ഇതിനു മുമ്പ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അതില്ല. ആ നേരത്താണ് ഈ കറണ്ടും പോയി. ഇതത് തന്നെയാ, പുറത്തു നിന്നുള്ളൊരു ശക്തി.
സസ്പെൻഷനാണ്. അന്വേഷണം പുറകെ വരും. എനിക്കൊരു കുറ്റബോധമില്ല സർ. മനഃപൂർവ്വം എന്തെങ്കിലും തെറ്റിയതായിട്ട് ഞാൻ കരുതുന്നില്ല. ഇപ്പോഴും യെസ് സർ. ഇതും കൂടെ ആയപ്പോ മരണങ്ങൾ 7. മാത്രമല്ല നമ്മൾ പറയുന്ന ആരും വിശ്വസിക്കുന്നുമില്ല. ഒരു പ്രത്യേക സ്ഥലത്ത് യൂ ടേൺ എടുക്കുന്നവർ മാത്രം മരിക്കുന്നു, അതും ആത്മഹത്യ. എങ്ങനെ വിശ്വസിക്കാനാ? പക്ഷെ അതാണല്ലോ സത്യം. എവിടേക്കോ ചില കോയിൻസിഡൻസ് ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. ചിലപ്പോ അത് എന്റെ തോന്നലായിരിക്കും. എന്നാലും അതുണ്ട്. ഓർമ്മയുണ്ടോ ആ ദിവസം എഡിറ്റർ എന്നെ വഴക്ക് പറഞ്ഞ ദിവസം? അന്നാ ഞാൻ ഇങ്ങനെ ഒരു സ്റ്റോറി ചെയ്യാന്ന് തീരുമാനിച്ചത്. വലിയ മഹത്തായ സ്റ്റോറിയൊന്നുമല്ല. വേറെ എത്രയോ വാർത്തകൾ കിടക്കുന്നുണ്ട് ഇതിനേക്കാൾ സെൻസേഷണൽ ആയത്. എന്നിട്ടും ഞാൻ എന്തിനാ ഇത് തന്നെ സെലക്ട് ചെയ്തത്? താനിത് വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല. But I can feel something strange and serious. എന്തോ ഉണ്ട്, ആരോ ഉണ്ട്. ഹലോ, എനിക്ക് അർജന്റായിട്ട് ഹെൽപ്പ് വേണം. ഗുഡ് മോർണിംഗ് സാർ. അതൊക്കെ നേരിട്ട് വരാം. എവിടെ ഉള്ളത്? വീട്ടിലാണ് സർ. ഓക്കെ, ക്യാൻ യു കം ടു ഓഫീസ് ഫാസ്റ്റ്? ഐ വിൽ സീ യു ദേർ. Okay sir, please come to office. I'll meet you there. Hi sir. Hi. Bijoy. ഹലോ. ഹായ്. എനിക്ക് മാർച്ച് 20 ന്യൂസ് പേപ്പർ വേണം, സിറ്റി എഡിഷൻ. സർ എന്തിനാ പത്രം? പറയാം. യു ക്യാരി ഓൺ. സർ ക്യാൻറ്റീനിൽ. ഷുവർ. രചന, look at this. ഇത് മുഴുവൻ നമ്മൾ സംശയിക്കുന്ന ആ സ്ഥലത്ത് യൂ ടേൺ എടുത്തവരുടെ ഡീറ്റെയിൽസ്. ട്രാഫിക് കൺട്രോൾ റൂമിൽ കിട്ടിയ ഫുട്ടേജസ്, വെഹിക്കിൾ നമ്പേഴ്സ്, ഓണർഷിപ്പ് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. ഇത് ചെക്ക് ചെയ്തപ്പോഴാണ് എനിക്കൊരു സത്യം മനസ്സിലായത്. മാർച്ച് 19 ശേഷം യൂ ടേൺ എടുത്തിരിക്കുന്നവരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ മരിച്ചിരിക്കുന്നത്. മാർച്ച് 19 മുമ്പും ഈ സ്ഥലത്ത് നിന്ന് ഒരുപാട് പേര് യൂ ടേൺ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് പേരെ ട്രാക്ക് ചെയ്തു. അവരെല്ലാവരും ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട്, ഒരു പോറലുകളും കൂടാതെ. സർ, അതിനർത്ഥം മാർച്ച് 19-നും ഈ മരണങ്ങൾക്കും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നല്ലേ? യെസ്. മാർച്ച് 19 ഈ സ്പോട്ടിൽ ഒരു മേജർ ആക്സിഡന്റ് നടന്നിട്ടുണ്ട്. അതിൽ 2 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവരുടെ വിവരങ്ങളൊക്കെ അതിനാ പത്രം വേണമെന്ന് പറഞ്ഞു. പത്രം മാത്രമല്ല, നിങ്ങളുടെ ഫോട്ടോഗ്രാഫർ അന്നെടുത്ത ഫോട്ടോസും എനിക്ക് വേണം. അന്ന് അവിടുത്തെ CCTV വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കൺട്രോൾ റൂമിൽ അതിന്റെ ബാക്കപ്പ് ഇല്ല. ഓക്കെ സർ, ഐ ട്രൈ.
നിറയെ ഫ്രൂട്ട്സും ഉണ്ട്. ടേസ്റ്റ് ആയിരിക്കും. നീ ഒന്ന് വാ, നമ്മൾ ലേറ്റ് ആയി. അന്ന് മോളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി കേക്ക് വാങ്ങിക്കാൻ പോയതാ സുജ. ഞാനത് വാങ്ങിക്കാൻ മറന്നുപോയി. പിന്നെ സുജ ഒരിക്കലും ഒരു റാഷാ ഡ്രൈവ് ചെയ്യുന്ന ആളായിരുന്നില്ല. ഈ എതിരെ വന്ന കാറിന്റെ ഹെഡ്ലൈറ്റ് ഡിം ചെയ്തിട്ടില്ലായിരുന്നു. അതാണ് ആ അപകടത്തിന് കാരണം. ഞാൻ ഇവിടെ ട്രാഫിക് കൺട്രോൾ റൂമിൽ ചെന്നിരുന്നു ആ കാറിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴവർ പറയുന്നത് ആ ഭാഗത്തെ ക്യാമറ ഒന്നും വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. പോയപ്പോ ലോസ്റ്റ്. എനിക്കുണ്ടായ നഷ്ടം ഇനി വേറെ ഒരാൾക്കും ഉണ്ടാകാൻ പാടില്ല. You said you are from the press, right? അതെ. ഈ എതിരെ വരുന്ന കാറിന്റെ ഹെഡ്ലൈറ്റ് ഡിം ചെയ്യാത്തത് ഒരു ക്രിമിനൽ കുറ്റമാക്കണം. നിങ്ങൾ വിചാരിച്ചാല് I mean, can you please do something about this? ചെയ്ത ഹെഡിങ് ഇതല്ല. ഏത് ഹെഡിങ് അടിച്ചത്? ഇത് തന്നെ. പിന്നെന്താ പ്രശ്നം? പ്രശ്നം ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും. സോറി. നീ ടെൻഷൻ അടിക്കണ്ട. കൂൾ. ഓക്കെ, കാര്യം.
ചിലപ്പം എനിക്ക് തോന്നിയതായിരിക്കും, അല്ലെങ്കിൽ തോന്നിപ്പിച്ചത്. എന്താണെങ്കിലും ആ ഹെഡിങ് എന്നോട് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് സർ. മേ ബി അതൊരു മുന്നറിയിപ്പാവാം, അടുത്ത ഇര അയാളാണെന്നുള്ളൊരു വാർണിംഗ്. അതെ, അങ്ങനെയായിരിക്കും. ഇപ്പൊ എല്ലാം ക്ലിയർ ആണ്. മാർച്ച് 20th അങ്ങനെ ഒരു സ്റ്റോറിയുടെ പുറകെ സഞ്ചരിക്കാൻ ഞാൻ തീരുമാനിച്ചത് വെറുമൊരു കോയിൻസിഡൻസിന്റെ പേരിലല്ല, അതൊരു ഡ്രൈവാണ്. മാർച്ച് 19th മരിച്ച ആ ആക്സിഡന്റിലെ സുജയുടെയും കുഞ്ഞിന്റെയും ഡ്രൈവ് എന്നിലൂടെ അവർക്കറിയണം ആ രഹസ്യം. ശരിയാ, ഒരു കാര്യം കൂടെ ഇപ്പൊ മനസ്സിലായി. ചെറുതെന്ന് തോന്നുന്ന തെറ്റിന് ആ 7 പേരെ ശിക്ഷിച്ചത് സുജയാണ്. ഇനിയിപ്പോ അടുത്ത ഊഴം ആ കാരണക്കാരൻ്റെയാണ്. ഒരു സാർ, ഒരു ഭാഗത്തെ ക്യാമറ നമ്മൾ ചതിച്ചെങ്കിലും ദൈവം നമ്മുടെ ഇവിടെ ഉണ്ട് സാർ. അതാ ഞാൻ സാറിനോട് വരാൻ പറഞ്ഞു. മറുഭാഗത്തെ ക്യാമറ വെച്ച് നമ്മൾ ആളെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പ്ലീസ് സാർ. സാർ ഇത് കാണും, അന്ന് 6:30 മണിക്ക് ലെഫ്റ്റ് സൈഡിലെ ട്രാക്കിലൂടെ പോകുന്ന ബൈക്ക്. സാർ അത് നോക്ക്. അതേ ബൈക്ക് റൈറ്റ് സൈഡിലെ ട്രാക്കിലൂടെ കൃത്യം 3 മിനിറ്റിന് ശേഷം പാസ് ചെയ്തു. അതേ ബൈക്ക് അതേ നീലഷർട്ടിലാണ്. കല്ല് മാറ്റി വെച്ച് യൂട്ടേൺ എടുക്കാതെ ഒരു കാരണവശാലും ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് ലെഫ്റ്റ് ട്രാക്കിൽ നിന്നും റൈറ്റ് ട്രാക്കിലേക്ക് വരാൻ പറ്റില്ല സാർ. എങ്ങനെ പോയാലും 7 മിനിറ്റിൽ കൂടുതൽ സമയമെടുക്കും ശരിക്കുള്ള യൂട്ടേൺ എടുത്ത് റൈറ്റ് ട്രാക്കിൽ തിരിച്ചു വരാൻ. സോ മാർച്ച് 19 കല്ല് മാറ്റി വെച്ച് യൂട്ടേൺ എടുത്തത് ഇയാളാവണം. അതെ. അയാളുടെ നമ്പർ സൂം ചെയ്ത് ഓണർഷിപ്പ് ഡീറ്റെയിൽസ് എടുക്കണം. സർ, ഇതാ സർ. ചേട്ടാ പ്ലീസ് ഒന്ന് വേഗം. വിജയ് എവിടെ? ലൈബ്രറിയിലുണ്ട്. ഞാനത് ഫോൺ എടുക്കാതിരുന്ന. ഫോൺ സൈലന്റിലായിരുന്നു. എന്തു പറ്റി? ഞാൻ ആ റോഡിൽ കൂടി പോയി എന്നുള്ളത് ശരിയാണ്. ബ്ലൂ ഷർട്ട് ആന്നിട്ട് അതും ഓക്കെ. പക്ഷെ അവിടെ ഞാൻ യൂ ടേൺ എടുത്തിട്ടില്ല. But I have seen it. വിജയ്, ട്രാഫിക് കൺട്രോൾ റൂം CCTV-യിൽ ഞാനത് കണ്ടത്. ആ, അതെങ്ങനെ കാണും? അവിടെ യൂ ടേൺ എടുത്താലേ അത് ക്യാമറയിൽ പതിയും. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത് 100% ശരിയാണ്. ഐ എം ഷുവർ. അഭിനു, എന്ത് പറ്റി? സാർ ഇത് കണ്ടോ, 6:30 മണിക്ക് ലെഫ്റ്റ് സൈഡിലെ ട്രാക്കിലൂടെ പാസ് ചെയ്ത വണ്ടി 3 മിനിറ്റിന് ശേഷം റൈറ്റ് സൈഡിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ കണ്ടതല്ലേ? അതെ, പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം. സുമിറ്റ് സാർ ഇത് കണ്ടോ, ലെഫ്റ്റ് സൈഡിലെ ട്രാക്കിലൂടെ പോകുന്ന വണ്ടിയുടെ നമ്പർ KL 4012 7608. അതല്ല റൈറ്റ് ട്രാക്കിലൂടെ പോകുന്ന ഈ വണ്ടിയുടെ നമ്പർ. ഒരേ കമ്പനി വണ്ടിയെ രണ്ടും. ബ്ലൂ ഷർട്ട് ഇട്ടാളാണ് ഓടിക്കുന്നത്. പക്ഷേ വണ്ടി രണ്ട് രജിസ്ട്രേഷൻ നമ്പറുള്ളതാണ്. അതെങ്ങനെ സംഭവിക്കും? ആക്ച്വലി
അന്ന് എൻ്റെ വണ്ടിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു. വർക്ക്ഷോപ്പിൽ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ഞാനത് പറയുകയും ചെയ്തു. അവൻ്റെ വണ്ടി തൽക്കാലം എനിക്ക് തന്നിട്ട് എൻ്റെ വണ്ടിയും കൊണ്ടാണ് ആ ഓയിലൊന്ന് ചെക്ക് ചെയ്തേ. ആ ശരി. ഇടയ്ക്കൊരു മിസ്സിംഗ് ഉണ്ട്, അതുകൂടെ നോക്കണം. അതേ നോക്കാം. ഞങ്ങൾ വണ്ടി എക്സ്ചേഞ്ച് ചെയ്ത് ആ റോഡിൽ വെച്ചായിരുന്നു. പക്ഷേ യൂ ടേൺ എടുത്തിട്ടില്ല. സോറി ബിനു, ആ വിഷ്വൽ ഒന്നും കിട്ടെ. റിവൈൻഡ് റിവൈൻഡ് സ്റ്റോപ്പ് റിവൈൻഡ് മതി പ്ലേ ബാക്ക് ബാക്ക് സ്റ്റോപ്പ്. ഈ ബൈക്ക് ഒന്ന് സൂം ചെയ്ത് സൂം ചെയ്ത് റൈറ്റ് പ്ലേ. സ്റ്റോപ്പ് മതി പ്ലേ. സ്റ്റോപ്പ്. സൂം ദിസ് കുറച്ചുകൂടെ സൂം. യെസ്, ഇയാളാണ് കിട്ടുന്നത്. എനിക്ക് വണ്ടിയുടെ ഓണർഷിപ്പ് ഡീറ്റെയിൽസും നമ്പറും ASAP ഡീറ്റെയിൽസ് രചന ബി ഹാവ് ഗോട്ട് ഇറ്റ്. വേഗം വാ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. ആ ശരി. രാത്രിയായിട്ട് ഇനി ആഘോഷം. ഓ, ഒന്നും പറയണ്ടല്ലോ സുജ, ഒടുക്കത്തെ ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. കേക്ക് എവിടെ? അയ്യോ, ഞാൻ എത്ര തവണ പറഞ്ഞു രമേശ് ഏട്ടാ മറക്കരുതെന്ന്. അല്ല കുഴപ്പമില്ല, ഞാൻ പോയി മേടിച്ചിട്ട് വരാം. വേണ്ട, രമേശിന്റെ ഫ്രഷ് അല്ല കുഴപ്പമില്ല, ഞാൻ പോയി വാങ്ങിച്ചോളാം. ഓ ശരി. ഫ്രഷ് ആയിരിക്കും. വേണ്ട, നീ വരണ്ട. നീ റെഡി ആയിട്ടില്ലല്ലോ, ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. ചെല്ലു, പോയി റെഡിയാവാൻ നോക്ക്. എടി സുജേ, നീ അവളെ കൊണ്ടുപോകും. എന്റെ ചക്കരക്കുട്ടി അച്ഛനറിയാം. പോയിട്ട് വരാം. Okay, all right.
കേക്ക് പറഞ്ഞിരുന്നു. ലാവണ്യല്ലേ? അതെ. മോളുടെ ബർത്ത്ഡേയാ? അതെ. ഹാപ്പി ബർത്ത്ഡേ മോളു. താങ്ക് യു. ബൈ. ബൈ. സീ യു. എല്ലാത്തിനും കാരണക്കാരൻ ഞാനാ. സുജ, മോള്, ആ 7 പേരില്ല. ഞാൻ ഒറ്റയൊരുത്തൻ കാരണം. ഒരു നിസ്സാരമായ നിയമലംഘനം പോലും ചിലപ്പോൾ ചിലരുടെയൊക്കെ ജീവിതം തന്നെ മാറ്റിമറിക്കാം. അതാണ് സുജ എന്നെ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. ഒന്ന് കെയർഫുൾ ആയിരിക്കണം എന്ന് മുന്നറിയിപ്പ് തരാനാ ഞങ്ങള് വന്നേ. അവസാനത്തെ 2 പേരെ രക്ഷിക്കാൻ നോക്കിയനാ ഞാൻ സസ്പെൻഷനിലായത്. സെല്ലിലായിരുന്നു, ടോട്ടൽ പ്രൊട്ടക്ഷനും ഉണ്ടായിരുന്നു. എന്നിട്ടും അത് സംഭവിച്ചു. രമേശൻ സുജയുടെ ഭർത്താവല്ലേ? അതിന്റെ ഒരു കൺസിഡറേഷൻ ഐ ഡോണ്ട് നോ.
സുഖദിനം ഇനിയെന്നും ശുഭദിനം ചെറുമുകിൽ കുരുവികൾ മിഴിമൂടും പഴദിനം അനുദിനം സുഖദിനം ഇനിയെന്നും ശുഭദിനം ചെറുമുകിൽ കുരുവികൾ മിഴിമൂടും മഴദിനം പുഴ തരും പാട്ടിലെ തേൻചോരും ചില ദിനം പുലരികൾ സന്ധ്യകൾ പൂനേരും പലദിനം അനുദിനം സുഖദിനം ഇനിയെന്നും ശുഭദിനം ചെറുമുകിൽ കുരുവികൾ മിഴിമൂടും കുളിർമാരി പെയ്യുമ്പോൾ ഹൃദയം ശ്രുതി ചേർക്കും സംഗീതം കാലം താരാട്ടും പ്രിയഗീതം ഇനിയൊരു കഥയുടെ മറുപുറം എഴുതണം അതിനൊരു മറുപടി പറയണം അറിയണം ആരും പാടും പാട്ടായി പാടുക നീ അനുദിനം സുഖദിനം ഇനിയെന്നും ശുഭദിനം ചെറുമുകിൽ കുരുവികൾ മിഴിമൂടും മഴദിനം കാച്ചി എണ്ണയുടെ നാട്ടം വെറുതെ ബോറൻ നൊസ്റ്റാൾജിയ വളരാൻ സമ്മതിക്കില്ല അല്ലേ ചെറുക്കനെ നോക്കുന്നത് അമ്മയ്ക്കാ ഓടി എനിക്കാ നോക്ക പാട്ടിലെ തേൻചോരും ചില ദിനം പുലരികൾ സന്ധ്യകൾ പൂനേരും പലദിനം അനുദിനം സുഖദിനം ഇനിയെന്നും ശുഭദിനം ചെറുമുകിൽ കുരുവികൾ മഴദിനം